ഈ ഒരു വീഡിയോ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രവാസികളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ഈ റൂമിൽ ആളുകളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസം തുടങ്ങിയിട്ട് ആകെ 6 മാസമായിട്ടുള്ളൂ അവന്. ഓക്കെ, മൊത്തം പോത്തുപോലെ കിടന്നുറങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. യാതൊരു ഉപകാരം ചേട്ടാ, അതവിടെ ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരിന്ന് വഴികാട്ടിയാണ്. തീരുമാനമാണ് എൻ്റെ മെസ്സിൻ്റെ അന്ന് ഞാൻ മന്തി ഉണ്ടാക്കും, ചിക്കൻ പൊരിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, എല്ലാവർക്കും നോമ്പല്ലേ, എന്തിനാ വെറുതെ അടി പിടിപ്പിക്കണത്, കൊളാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആളിവിടെ ഉണ്ട്, കാണിച്ചു തരാം. അവൻ്റെ മെസ്സിൻ്റെ അന്ന് ഞങ്ങളിപ്പോൾ നോമ്പ് തുറന്ന് അവൻ മന്തി ഉണ്ടാക്കി. ഫുൾ മാഷാ അല്ലാഹ്. ഇത് ഓരോ പുതിയ പ്രവാസികൾക്ക് എന്ന് മാത്രമല്ല, എല്ലാ പ്രവാസികൾക്കും ഒരു എന്താ പറയുക മാതൃക ആക്കേണ്ട ഒരു സെൽഫ് പ്രവൃത്തിയാണിത്. കണ്ടോ മന്തി. ഓക്കെ, ഇന്ന് വരായിട്ട് ഒരു ഓംപ്ലേറ്റോ അതല്ലെങ്കിൽ ഒരു കട്ടൻ ചായ പോലും ശരിക്കും ഉണ്ടാക്കാൻ അറിയാത്തവരാണ് മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. മന്തി ഉണ്ടാക്കിയിട്ട് അതിക്ക് തക്കാളിൻ്റെ ആ ഒരു സോസ്, അത് തൈര്, ഒരു ബക്കറ്റ് തൈര് വാങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, പടച്ചവനെ അവർക്ക് ഇനി ദീർഘായുസ് കൊടുക്ക്. പിന്നെ അതിൽ ടച്ചപ്പായിട്ട് ചിക്കൻ പൊരിച്ചത്, ഇത് ഞാൻ മസാല വെച്ച് കൊടുത്തത്. ഓക്കെ, കുറച്ച് എണ്ണ കൂടിയിട്ടുണ്ട്. പോത്തുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ റൂമിലുണ്ട്. പോത്തുപോലെ അതല്ലെങ്കിൽ ഒരു ഉപയോഗം ഇല്ലാത്ത, ഞാൻ ഇന്നല്ല പറഞ്ഞത്, അല്ലല്ല, ഇവരുൾപ്പെടെ ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് കാലം സൗദിയിൽ പ്രവാസിയായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരാണ് താരം, ഇവരാണ് താരം. എന്താ പറയുന്ന പേര്? പേര് റയീസാണ്. കല്യാണം കഴിച്ചിട്ടില്ല. പടച്ചോനെ ഏത് പെൺകുട്ടിയാണോ ഇവൻ കിട്ടുന്നത് ആ പെൺകുട്ടിക്ക് മക്കളെ ഭയങ്കര ഭാഗ്യമായിരിക്കും. കാരണം ഇന്ന് അവൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, കപ്സ, മന്തി. അത് നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു തോർത്തും കൊണ്ടും ഒരു അബായി ചെരുപ്പും ഒരു കഷ്ണം ബ്രഷേറ്റ് വന്ന ആളാണ്. ഇന്നിതാ സൗദിയിൽ അറിയപ്പെടുന്ന ഒരു ഷെഫായിട്ട് മാറട്ടെ. അതിലെ ഇതുണ്ട്, ആരുണ്ടാക്കിയാലും ഈ സൂപ്പറായിട്ട് എടുത്ത് തിന്നാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. എല്ലാ റൂമിലും ഉണ്ടാവുമല്ലോ. ഈ റൂമിൽ ആദ്യമായിട്ട് കപ്സ് ഉണ്ടാക്കിയത് ഇവരാണ്, ആദ്യമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് ഇവരാണ്, ആദ്യമായിട്ട് ഇപ്പൊ മന്തിയും. മോനെ പുറത്ത് നമുക്ക് ദീർഘായുസ് തരണം മോനെ. എന്ത് രീതിയിൽ മെസ്സി ഇവരുടെ ഏൽപ്പിക്കാണ് ഞാൻ കേട്ടോ. അപ്പൊ ഈ ഒരു പുണ്യമായിട്ടുള്ള റമദാൻ മാസത്തിൽ എല്ലാ നോമ്പും നോൽക്കാണ്ട് പഠിച്ച എല്ലാവർക്കും നല്ല ആയുസ് തരട്ടെ, നല്ല ആരോഗ്യം തരട്ടെ.